കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഓൺലൈനിലൂടെ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സിയ ഫാത്തിമയ്ക്ക് എ ഗ്രേഡ്. കാസർഗോഡ് സ്വദേശിയായ സിയ ഫാത്തിമ ഹൈസ്കൂൾ വിഭാഗം അറബിക് പോസ്റ്റർ രചനാ മത്സരത്തിൽ വീട്ടിലിരുന്നാണ് പങ്കെടുത്തത്. സിയുടെ ഗുരുതര രോഗാവസ്ഥ കണക്കിലെടുത്ത് സർക്കാർ കലോത്സവ ചട്ടങ്ങളിൽ ഇളവ് നൽകുകയായിരുന്നു. നടരാജ് പരശുറാം ചേരുന്നുണ്ട്. നടരാജ്, സിയ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എ ഗ്രേഡ് ആണ് ലഭിച്ചിരിക്കുന്നത്. വലിയ അവശതകൾ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്റെ രോഗാവസ്ഥ പറഞ്ഞുകൊണ്ടും തനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കടുത്ത ആഗ്രഹം പറഞ്ഞുകൊണ്ടും സിയ ഫാത്തിമ കത്ത് എഴുതിയിരുന്നു. ആ കത്താണ് ഒരർത്ഥത്തിൽ കലോത്സവത്തെ ചരിത്രത്തിൽ തന്നെ മാറ്റിമറിച്ചത് എന്ന് പറയാം. വേദി 17 നടന്ന മത്സരത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് സിയ ഫാത്തിമ പങ്കെടുത്തത്. വിധികർത്താക്കളൊക്കെ തന്നെ വേദി 17 ഇരുന്നു കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സിയ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വീക്ഷിച്ചു. മന്ത്രിമാരായ കെ രാജനും വി ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള പ്രമുഖരും സിയ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കാണാൻ വന്നിരുന്നു. അതിനുശേഷം ഇതിന്റെ റിസൾട്ട് അല്പസമയം മുമ്പ് പുറത്തു വന്നപ്പോഴാണ് എ ഗ്രേഡോടുകൂടി അറബിക് പോസ്റ്റർ രചനാ മത്സരത്തിൽ സിയ ജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞത്. തനിക്ക് വളരെ സന്തോഷമുണ്ടെന്നും ഇത്തരത്തിലൊരു അവസരം തന്നതിന് വിദ്യാഭ്യാസ വകുപ്പിനോട് നന്ദിയുണ്ടെന്നും സിയയും സിയുടെ കുടുംബാംഗങ്ങളും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കലോത്സവ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിക്കൊണ്ടൊരു വിദ്യാർത്ഥിനിക്ക് പങ്കെടുക്കാനും നേട്ടം കൈവരിക്കാനുമുള്ള അവസരമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയത്. നന്നായിട്ട് പങ്കെടുത്തു. എത്ര വർഷമായിട്ട് ഇപ്പം ഈ രചനയിലും ഇങ്ങനെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇത് സാധ്യമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അധ്യാപകരോട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഇതിങ്ങനെ യാഥാർത്ഥ്യമാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? മന്ത്രിനോട് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞാല് മന്ത്രി എല്ലാരും ഇങ്ങനെ ആക്കിയിട്ടില്ല. അപ്പൊ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഓൺലൈനിൽ കൂടിയിട്ട് ഒരു സംസ്ഥാന കലോത്സവത്തിൽ പഠിക്കുന്നത്. അത് സിയ ഫാത്തിമ എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. അതിൽ സന്തോഷമുണ്ടോ? നടരാജ്, സിയ ഫാത്തിമയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. സിയ ഫാത്തിമയുടെ മത്സരം കാണാൻ മന്ത്രി അടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു. അവരുടെ ആരുടെയെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? നടരാജ്, സിയ ഫാത്തിമയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. സിയ ഫാത്തിമയുടെ മത്സരം കാണാൻ മന്ത്രി അടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു. അവരുടെ ആരുടെയെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? സച്ചിൻ, ഈ മത്സരം കാണാൻ നിരവധി പേർ അവിടെ എത്തിയിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NS K ഉമേഷ്, അതുപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ, പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങിയവരൊക്കെ തന്നെ വേദിയിൽ ഉണ്ടായിരുന്നു. ഈ മത്സരം അല്പസമയം വീക്ഷിച്ച ശേഷം ഇവർ പുറത്തിറങ്ങി. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത് ഇത്തരം ഗുണപരമായ രീതിയിൽ ചട്ടങ്ങൾ ഉള്ളപ്പോൾ ചട്ടങ്ങൾ അതിനാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് തേടുകയും സിയയുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അത് സ്വാഭാവികമായും ഒരു ദയ അർഹിക്കുന്ന സംഭവം തന്നെയാണെന്ന് വിലയിരുത്തി എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്യാർത്ഥിനിക്ക് ഇത്തരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അപൂർവ അവസരം നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ ഇടപെട്ടതിന് സംഘാടക സമിതി ചെയർമാനായ റവന്യൂ മന്ത്രി കെ രാജനും തന്റെ ആശംസ അറിയിക്കുകയുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശത്തോടുകൂടിയാണ് ഇത്തരത്തിൽ സിയ മത്സരത്തിൽ പങ്കെടുത്തതിനെ അവിടെ എത്തിയവരൊക്കെ തന്നെ കണ്ടതും ആശംസ അറിയിച്ചതും. വലിയ പ്രോത്സാഹനങ്ങൾക്കിടയിലാണ് ആ വിദ്യാർത്ഥിനി എ ഗ്രേഡോടുകൂടി ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചത്. ശരി.